കൂലിപ്പണിക്കെങ്കിലും പോ. അവസാനം വരെ കണ്ടോട്ടെ ഈ വീഡിയോ. അമ്മു, ആ സാലറി ക്രെഡിറ്റ് ആയിട്ടോ, നമുക്കൊന്ന് പുറത്തു പോവാം. ആണോ? ഒരു മിനിറ്റ്, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. അപ്പൊ എന്താ ഇതല്ലേ ചേട്ടാ, ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ജ്യൂസാ, ഒന്ന് കുടിച്ചു നോക്കി. എന്റെ മോനെ, ചേട്ടൻ ആലോചിക്കണേ? ഒന്നുമില്ല, 2 മാസം മുമ്പുള്ളൊരു കാര്യം ആലോചിച്ചതാ. അമ്മു, ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യായിരുന്നില്ലേ? കുറെ നാളായില്ലേ പുറത്തുനിന്ന് കഴിച്ചിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ ഇട്ടാ മതിയല്ലോ, പൈസ പോകുന്ന എന്റെ അല്ലേ. 2 മാസമായില്ലേ വീട്ടിൽ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നും പറ്റില്ല, നിങ്ങളല്ല കൂലിപ്പണിക്കെങ്കിലും പോ. എടി, എന്റെ ജോലി പോണതിന് മുമ്പ് കുടുംബത്തെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ ഞാൻ ട്രൈ ചെയ്യാനിട്ടല്ലോ, അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തോണ്ടല്ലേ. ഒന്നാമത് തന്നെ മനുഷ്യൻ ഇവിടെ വീട്ടു ചെലവ് ലോണുമായിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണിത്. ഒന്ന് പോയി തരും. കുഴപ്പമില്ല, എന്റെ വിശപ്പ് പോയി, നീ ജോലി എടുത്തോ. എന്റെ മോനെ, ആണോ ഉണ്ടെങ്കിലേ സ്വന്തം കുടുംബത്ത് വരെ വില ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യം. പൈസ വേണം മോനെ, പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ പോയി മക്കളെ. ഇപ്പം എല്ലാവരും കുടുംബമായാലും ബന്ധം എല്ലായാലും പൈസ വേണം. പൈസ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിലയില്ലു. അതാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. പൈസ നമ്മളെ കൈമിൽ ഇല്ലെങ്കിൽ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാവും. അതിപ്പോൾ അങ്ങനെയായി കാലം, അങ്ങനെയാണിപ്പോൾ.